ഒരു പറ്റിപ്പോയി. ഞാൻ ആദ്യമേ ഓർത്തതാണ്, എന്നാലും കുളമായിപ്പോയി. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാൻ രാവിലെ ആദ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് രാവിലത്തേക്ക് ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ചോറാണ്. അപ്പൊ ചേട്ടക്ക് രാവിലത്തേക്ക് പുട്ടൊന്നും ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മേനോട് പറഞ്ഞു രാവിലത്തേക്ക് പുട്ടും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അയാൾക്ക് പുട്ടൊക്കെ കഴിച്ച് മതിയായി, അപ്പൊ അതുകൊണ്ട് ചോറ് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്നും രാവിലെ ചോറാണ്. അപ്പൊ അതിനോട് ചോദിച്ചപ്പോൾ അവന് എന്ത് വേണമെന്ന് വെച്ചപ്പോൾ അവന് ചോറ് മതി എന്നാ പറഞ്ഞു. പപ്പയുടെ അല്ലേ മോൻ, എന്ത് ചെയ്യാനെ പണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവന് ചോറിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് വറുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ നിങ്ങൾ എന്തോ പൊട്ടറ്റോ വരാനാട്ടാ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അതേപോലത്തെ എൻ്റെ റെഗുലർ വീഡിയോസ്, ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മിക്സ് ചെയ്തോ, നല്ലോണം മിക്സ് ചെയ്തോ. കഴിഞ്ഞ മിക്സ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യാൻ പോണേ? കൈ കഴുകാൻ പോണം അല്ലേ? കൈ ഇച്ചിരി കൊണ്ട് നല്ലോണം കണ്ട് നീട്ടി കഴുക. മതി കഴുകിയത്. ആദുവിന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അവന് ഉരുളക്കിഴങ്ങ് വറുക്കുമ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ അവന് തന്നെ ഇടണം. അതേപോലെ അവന് തന്നെ അത് മിക്സ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാനും വിചാരിച്ചു ചെയ്യട്ടെ, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാം മിക്സ് ചെയ്ത് അതൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിന് ചോറ് കൊടുക്കുകയാണ് രാവിലെ. ചോറൊക്കെ എല്ലാം വേഗം കൊടുത്തു കഴിഞ്ഞിട്ട് വേണമല്ലോ അവൻ അംഗനവാടി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറൊക്കെ എല്ലാം കൊടുത്തു അംഗനവാടി പോകാനായിട്ടുള്ള കഴിച്ചിലും ബഹളമായിട്ടാണ് ആ പോകുന്നത്. ചുജങ്കതയാ അതിൻ്റെ വേഗം കൊണ്ട് പോകണ്ട അച്ഛൻ. അതിന് ഇന്ന് രാത്രി എടുത്ത വെള്ളമാണ് അത്. ആ കുപ്പി തന്നെ വെച്ചേക്ക. അങ്കൻവാടിയിൽ പോകണം അത്. സുജിയങ്ക അങ്ങേ അറ്റത്ത് എത്തി ഇറങ്ങി. ചെല്ലി ചെരുപ്പൊക്കെ ഇടണ്ടേ, പോകണ്ടേ? വാ. അതിന് അംഗനവാടി പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് പുഴുങ്ങിയ മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം. ഈ എപ്പോഴും ഈ ചോറ്, പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം അങ്ങനത്തെ സാധനങ്ങളാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പുഴുങ്ങിയ മുട്ട എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഞാൻ പണ്ട് തൊട്ടേ പുഴുങ്ങിയ മുട്ട കഴിക്കാറില്ല. പിന്നെ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഈ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ കഴിച്ചപ്പോഴേക്കും ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ കഴിച്ച് തുടങ്ങിയാലോ, ഒന്ന് നല്ലതല്ലേ, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തിന്നുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാണ്ടായിരുന്നു കൊണ്ട് അലക്കാനിട്ടു. അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് മത്തങ്ങ ഇരിപ്പുണ്ട്. അപ്പം മത്തങ്ങ തേങ്ങ അരച്ചൊക്കെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പം മത്തങ്ങയും പരിപ്പും കൂടി ഇട്ട് തേങ്ങ അരച്ചൊക്കെയാന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനത്തെ കറിയൊക്കെ ഉള്ളപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പപ്പടം വറുക്കുന്നത്, വേറെ കറിയായിട്ട് പപ്പടം കൂടി വറക്കാമെന്ന് വിചാരിക്കണം. പപ്പടം വെച്ചിട്ടുണ്ടെന്ന് തോന്നണം, നോക്കിയെടുക്കണം ഇനി. അപ്പോൾ മത്തങ്ങ പരിപ്പിട്ട് തേങ്ങാച്ചം വെക്കാം, പപ്പടവും വറക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി. അപ്പോൾ കുക്കറിനകത്തോട്ട് ഞാനിപ്പോൾ പരിപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ പരിപ്പ് ആദ്യമേ വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പിട്ടു. ഇനി അതിനകത്തോട്ട് 2-3 അല്ലി വെളുത്തുള്ളി ഇടാം, പച്ചമുളകും കൂടി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ആദ്യമേ വേവിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മത്തങ്ങയൊക്കെ അരിഞ്ഞെടുക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആ നേരത്തിന് പരിപ്പ് അവിടെ നിന്ന് വെന്തോളും. ഇപ്പോൾ മത്തങ്ങ അരിഞ്ഞെടുക്കാം. മത്തങ്ങ വേഗം അരിഞ്ഞെടുക്കണം. കാരണം എന്ന് വെച്ചാൽ പരിപ്പ് വേഗണ നേരം ആകുമ്പോഴത്തേനും മത്തങ്ങയുടെ പരിപാടി കഴിഞ്ഞെടുക്കണം.
മത്തങ്ങയൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തങ്ങയൊക്കെ അരിഞ്ഞ് ഇനി തേങ്ങയൊക്കെ ചെണ്ടി അതങ്ങാട് അരച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ പരിപ്പ് വെന്ത് ആവി പോയിട്ടില്ല, ഞാനത് ഓഫാക്കി വെച്ചേക്കണേണ്. അതിൻ്റെ ആവി പോയിട്ട് വേണമല്ലോ ഇനി മത്തങ്ങ അതിനകത്തോട്ട് ഇടാനായിട്ട്. അപ്പോൾ മത്തങ്ങ വെന്തിട്ടുണ്ട്, മത്തങ്ങ നല്ലോണം തന്നെ വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അരപ്പും കൂടി ഇട്ട് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും. ഒരു പറ്റിപ്പോയി. ഞാൻ ആദ്യമേ ഓർത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ കുക്കറിലിട്ട് അടിക്കില്ലല്ലോ. മത്തങ്ങ ഒരു വിസില അടിച്ചു, ശരിക്കും പറഞ്ഞാൽ ഒരു വിസില അടിച്ചിട്ട് ഇത് അതിൻ്റെ ഉള്ളിലുള്ള എയർ കളഞ്ഞെടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അത് അവിടെ നിന്ന് എയർ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിസിൽ വന്ന് അവിടെ വെച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മത്തങ്ങ നല്ല കുഴമ്പ് പരിവായിപ്പോയി വെന്തിട്ട്. പിന്നെ ചാറുകറി ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ മത്തങ്ങ നമ്മളിപ്പോൾ ജസ്റ്റ് താളിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വല്ല കുക്കറിലങ്ങനെ ഇട്ട് വേവിച്ച് കഴിഞ്ഞെങ്കിൽ കുളമായിപ്പോയാണ്. ഇതിപ്പോൾ ചാറുകറിയാണല്ലോ ഉദ്ദേശിച്ചേക്കണേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ചാറായിട്ടല്ലേ ഒഴിക്കുന്നുള്ളൂ, എന്നാലും കുളമായിപ്പോയി. പിന്നെ കറിക്ക് കുഴപ്പമില്ല, കറി ടേസ്റ്റ് ഉണ്ട്. മത്തങ്ങ കുറച്ച് വെന്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. മത്തങ്ങ ശരിക്കും പരിപ്പ് പോലെ കുഴമ്പ് പരിവായിപ്പോയി. മത്തങ്ങ ശരിക്കും അതിനകത്ത് കാണാനില്ല, എല്ലാം കൂടി ഒരു ചാറായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. ഇനി മുതൽ ഒരു പാഠം പഠിച്ചില്ല. ഇനി മുതൽ മത്തങ്ങ കുക്കറിലിട്ട് വേവിക്കാൻ പാടില്ല, ചട്ടിയിലിട്ട് മാത്രമേ വേവിക്കാൻ പാടില്ല. ഞാൻ ആദ്യം ഓർത്തത് കുമ്പളങ്ങയൊക്കെ നമ്മൾ താളിക്കുമ്പോൾ ചാറൊക്കെ വെക്കുമ്പോൾ അത് ചട്ടിയിലിട്ടാണല്ലോ വേവിക്കുന്നത്. അതേപോലെ മത്തങ്ങ ചട്ടിയിലിട്ട് വേവിച്ചാൽ പോരെ എന്ന് ഞാൻ ഓർത്തതാണ്. പിന്നെ ഞാൻ വേറെ എന്തോ ആലോചനയിൽ നേരെ കുക്കറിനകത്തോട്ട് കൊണ്ടിട്ടു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, തുണിയൊക്കെ അലക്കിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറി വെക്കണേൻ്റെ ഇടക്കിടക്ക് പോയി തുണിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുണിയെല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം കൊണ്ട് വിരിക്കാൻ വേണ്ടി പോയി. കഴിഞ്ഞ ദിവസം അലക്കിയത് കൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല അലക്കാനായിട്ട്, ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും 2 ദിവസം കൂടുമ്പോഴൊക്കെ അലക്കുമ്പോൾ മാത്രമേ ഇത്രയും കുറച്ചെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് കഴിക്കാൻ പോവാണ് ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പടം കൂടെ പൊടിച്ചിട്ട് കഴിക്കണം. ആകെ ആ മത്തങ്ങ ഇച്ചിരി വെന്ത് പോയെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് കറി നല്ല തിക്കായിട്ടിരിപ്പുണ്ട്. നല്ല തിക്ക് ഗ്രേവി അല്ല, നല്ല തിക്കായിട്ടിരിപ്പുണ്ട് അതിങ്ങനെ വെന്ത് പോയതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ലൂസ് പരിപാടിക്കും. നല്ല കറക്റ്റ് നല്ല തിക്കായിട്ടിരിക്കുന്നത്. അമ്മയുടെ പൊന്നേ, ഇതെന്താ കൈ ഇരിക്കണ? എന്തൊക്കെ ചെയ്യണ്ട? അത്ര ഉള്ളു കാര്യം. കുറച്ചു നേരം ഇരിക്ക, കുറച്ചു നേരം കളിക്ക, പിന്നെ പാപ്പം കഴിക്ക അല്ലേ? പിന്നെ എന്തിനാ കറിയാണ്? വന്ന് കയറിയപ്പോൾ തന്നെ സുജി അങ്ങ് വാങ്ങിച്ചോണ്ട് വന്ന സാധനം പൊട്ടിക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ കിടക്കണായിരുന്നു. അമ്മ വേഗം പൊട്ടിക്കുക എൻ്റെ അല്ലെങ്കിൽ കുറച്ച് പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നോട്ട്, ബാക്കി എനിക്ക് പൊട്ടിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതേപോലെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ സാധനവും പൊട്ടിച്ച് കളഞ്ഞു. അത് ഒരെണ്ണം താഴത്തോട്ട് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ആ കാന്തത്തിൻ്റെ സാധനം അങ്ങോട്ട് പൊട്ടിപ്പോയി. അത് 2 പീസായിപ്പോയി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോണ്ടൊക്കെ ഇരിക്കണേ. പക്ഷെ കൊള്ളാട്ടോ, പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കളിക്കാൻ നല്ല രസമുണ്ട്. നല്ലൊരു അവർക്ക് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ബാക്കിയുള്ള ഈ ഫോണിൽ കളിയും അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ മാറി വേറൊരു കാര്യത്തിലോട്ടൊക്കെ ഒരു എക്സൈറ്റഡ് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയ സാധനമാണിത്. പല കാന്തത്തിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു കളിപ്പാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സുജി എറണാകുളത്ത് പോയിട്ട് വന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഓരോ സാധനങ്ങൾ. അതുകൊണ്ട് സുജി വിളിക്കാൻ പോയത് കൊണ്ട് തന്നെ എനിക്ക് അതിനെ വിളിക്കാൻ വേണ്ടി പോകേണ്ടി വന്നില്ല. സുജി വന്ന വഴി എന്നെ വിളിച്ചു ചോദിച്ചു, അതിനെ വിളിച്ചോ? അപ്പോൾ ഞാൻ ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിളിച്ചിട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ട് സുജി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്കൻവാടി പോയി വിളിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമ്മയും വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ തുടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവനെ അമ്മേനോട് പറഞ്ഞു അവനെ മുറുക്കെ പിടിച്ചോട്ടാന്ന് വേണ്ട, അവനെ മടിയിലിരുത്തി അമ്മ മടിയിൽ പിടിച്ചോണ്ടിരുന്നു. ആ സമയത്തിന് എനിക്ക് തുടക്കാനുള്ള എല്ലാം ഞാൻ തുടച്ച് തീർക്കുകയും ചെയ്തു. അങ്ങനെ തുടക്കലും പണികളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുളിയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ആ ക്ഷീണം അങ്ങോട്ട് മാറുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആ മുഖത്തുള്ള ഫേഷ്യൽ ഹെയറൊക്കെ ഇങ്ങോട്ട് കളയാം, കുറേ നാളെയൊക്കെ കളഞ്ഞിട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അതെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഫേഷ്യൽ റേസർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇന്ന കമ്പനിയൊന്നുമില്ല, ഓരോന്നോരോന്ന് മാറ്റിയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും. അപ്പോൾ ഫേഷ്യൽ റേസറും ഉണ്ട്, ആ ഫേഷ്യൽ ഹെയർ എല്ലാം കളഞ്ഞു. അതങ്ങനെ കളയുമ്പോഴേക്കും നമ്മുടെ ഫേസിനൊക്കെ ഒരു ചെറിയൊരു ഗ്ലോ കിട്ടണ പോലെ തോന്നും. എപ്പോഴും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മുഖത്തുള്ള പല അഴുക്കുകൾ പോകാനും അതേപോലെ കുരുകൾ മാറാനും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട്. പല
പല ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഫേസിനാണെങ്കിലും. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഉഷാറായി. മുഖത്ത് അഴുക്കൊക്കെ എല്ലാം പോയി മുഖം നല്ല ക്ലീനായി. ആ ഫേഷ്യൽ ഹെയർ കളഞ്ഞുകൊണ്ട് എല്ലാം നല്ല അടിപൊളിയായി. രാത്രിത്തേക്കുള്ള ഫുഡും ഞാൻ കുളി കഴിഞ്ഞപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്തു. ഒരു 8 മണി 8:30 ആയപ്പോൾ തന്നെ ഞാൻ രാത്രിത്തെ ഫുഡും കഴിച്ചു. ചോറ് തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൊക്കത്തുനിന്ന് അലക്കിയ തുണിയൊക്കെ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ തുണിയൊക്കെ പിന്നെ അങ്ങനെ കയ്യോടെ മടക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ അത് പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തട്ടി കളിക്കും. ആകെ കുറച്ച് തുണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ മടക്കി വെക്കണമെന്നാണെങ്കിൽ പിന്നെ അത് ആ ഒരു പണിയും കൂടെ ഒഴിഞ്ഞു കിട്ടുമല്ലോ. പിന്നെ നാളത്തേക്ക് പിന്നെ അത് മാറ്റി വെക്കണ്ട. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അലക്കലും തുടക്കലും പിന്നെ അതേപോലെ മടക്കലും എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എഡിറ്റിംഗ് ആണ് ഇനിയുള്ളത്. വീഡിയോ രാവിലെ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ചേട്ടക്ക് പിന്നെ അതിനും ഞാൻ ഓൾറെഡി ഫുഡ് കൊടുത്തായിരുന്നു. നാളെ എനിക്ക് അതിന് അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പച്ചടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി യൂട്യൂബൊക്കെ നോക്കിയെല്ലാം പഠിച്ചൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊരു നഷ്ടമില്ല, എനിക്കൊരു ഉപകാരവും. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.